ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കടയിൽ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് നെയ്യപ്പവുമായിട്ടാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ശർക്കരയാണ്. 1/2 കിലോൻ്റെ 2 പാക്കറ്റ് കേട്ടോ. ഇതിന് നമ്മൾ 1 കിലോ ശർക്കരക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം, ഇത് 1.800 വരുന്ന കപ്പാണ്. അതിനൊരു 1 കിലോ ശർക്കരയും 1.5 ലിറ്റർ വെള്ളം നന്നാക്കിയിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. ഇത് നൈസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാ നൈസ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കണ അതേ പൊടി. ഇത് 1 കിലോനാണ്. ഈ ശർക്കര ഉരുക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ പൊടി ഇതിലേക്ക് ഇടുന്നത്. 10-15 മിനിറ്റോളം അവിടെ വെച്ചതിൻ്റെ ശേഷം നല്ല ചൂടിൽ ഇടരുത്. കുറഞ്ഞതായിട്ടൊന്നിങ്ങനെ ചൂട് ഒന്ന് പാകമായതിൻ്റെ ശേഷം ഇടുക. 1 കിലോയ്ക്ക് ഒരു 1/2 കിലോ മൈദ. നമ്മളിവിടെ ഒരു കമ്മട്ടാണ് ഇതൊക്കെ അളവ്. കറക്റ്റ് അങ്ങനെയാണ്. 1 കിലോന് 1/2 കിലോ. നമ്മളെടുക്കുന്ന ഒരു പാത്രത്തിന് അതിൻ്റെ നേർപകുതിയായിട്ട് മൈദ എടുക്കുക. അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേർപകുതി മൈദ. എന്നിട്ട് ആ മൈദയും അരിപ്പൊടിയും നന്നാക്കിയിട്ട് ഇളക്കി മിക്സാക്കണം. അതിൽ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നാക്കി മിക്സാക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതിടാം റവ. ഇത് തേങ്ങ ഉണ്ടോ? തേങ്ങ, ചിരകിയ തേങ്ങ. ഞാനിതൊക്കെ ഒരു കമ്മട്ടായിട്ട് ഇടുന്നത്, കടയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കണല്ലേ. പിന്നെ ഉപ്പ്, ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം, ഏലക്ക പൊടിച്ചത്, അപ്പസോഡ ഉണ്ടോ? അപ്പസോഡ ഒരു നുള്ളിട്ടാൽ മതി. അപ്പസോഡ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പസോഡ കൂടിപ്പോയാൽ നെയ്യപ്പം പിന്നെ ഒരിക്കലും ശരിയാവില്ല. ഇത് വെളിച്ചെണ്ണയാണ് സാധാരണ അത് ഉപയോഗിക്കില്ല. നെയ്യിന് പകരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണൻ്റെ ഒരു സ്മെല്ലുണ്ടാവും ഇനി. എന്നിട്ട് നന്നാക്കിയിട്ടൊന്ന് ഇളക്കുക. നന്നാക്കി ഇളക്കി മിക്സാക്കണം നന്നായിട്ട്. പൊടിയും കട്ടയൊന്നും ഇല്ലാതെ നന്നാക്കി മിക്സാക്കണം. നന്നാക്കി മിക്സാക്കിയിട്ടുണ്ടോ? ഇതേ ഒരു ലൂസേ പാടുള്ളൂ, ഓവർ ലൂസ് പാടില്ല. കുറച്ച് ടൈറ്റായിട്ട് തന്നെ വേണം, എന്നാലേ അതിൻ്റെ ആ ഷേപ്പിൽ കിട്ടുള്ളൂ. വലിയ ലൂസായി കഴിഞ്ഞാലും പരന്നും കൊണ്ട് നിൽക്കും. പറ്റ ടൈറ്റായി കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടും. ഇത് നമ്മൾ ഈ ശർക്കര വെള്ള ശർക്കര ആവുകൊണ്ടേ, അപ്പോൾ അതിനൊരു കളറ് കിട്ടാൻ വേണ്ടി ചായൻ്റെ ഡിക്കേഷൻ ഉണ്ടല്ലോ, ചായപ്പൊടി, അതിൽ സൊയ്ക്കണാണ് കളറ് കിട്ടാൻ വേണ്ടി. അത് നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ കളറുള്ള ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതേ ഒരു പരുവത്തിൽ വരാൻ പാടുട്ടോ മാവ്. അപ്പോൾ എനിക്കിത് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ക്യാമറ അവിടെ വെച്ച് ചെയ്യണല്ലേ. നമുക്ക് ഇത് ചട്ടി വെച്ച് എണ്ണ ചൂടായിക്കണം ചെറുതായിട്ട്. അപ്പോൾ അത് പാറ നോക്കാം. ഓക്കെ, പാരണം ശരിക്കും എനിക്ക് കാണിച്ച് തരാൻ കഴിയില്ല. ഞാനിവിടെ അങ്ങനെ ക്യാമറ ഒരിടത്ത് വെച്ച് കണ്ടെടുക്കണല്ലേ. ക്യാമറമാനൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ്.
ക്ലിയറൊക്കെ കുറവാക്കല, അവിടെ ലൈറ്റ് കുറവാണ്, അതുകൊണ്ട്. എന്തായാലും ഇത് നമ്മൾ പാർന്ന നെയ്യപ്പം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേണ്ടോ, ഇതാണ് നമ്മളെ നെയ്യപ്പം. ഞാനിവിടെ കടയിൽ ഉണ്ടാക്കണത് ഇതാട്ടോ, സ്ഥിരമായിട്ട് കാലങ്ങളായി ഞാൻ അവിടെ ഉണ്ടാക്കണത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ